കഥ ഇതൊക്കെയാണ് മഹല്ല ഗ്രൂപ്പിൽ എടുക്കുന്ന ഫോട്ടോ. വരുന്നു എന്തൊക്കെ കുതിരാക്കി ചിരിയണ നിങ്ങളെ ചെക്ക നല്ല ഫോട്ടോ എടുത്തിവിടെ. ആ ഓൻ കൊമ്പങ്കാട്ട് അഭിമാന ഓ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാണ്, അല്ലാതെ നിങ്ങളെ മാറി ഇങ്ങനെ തേരാപ്പാര അടക്കല്ല. അത് ഇന്റെ ചെറുക്കനാ. അസേ ഒരു ലോ പായം കടിക്ക. ആ കൊലയൊന്നാണ് മൂത്തിട്ടില്ലേ? മൂത്തതൊക്കെ ഞാൻ കണ്ടു. ഒന്നര പോയാൽ കുസ്ലും പുളിയില്ലേ മഹല് ഗ്രൂപ്പ് കഴിഞ്ഞാതി ഫോട്ടോയില് എത്ത് വിട്ടാക്കണോന്ന് അജ്ജ് പറയണ്ടേ? ആവോ ജന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂനോടും ചോദിച്ചോക്കെ. ഓന്റെ കോടലിൽ നീ അടുക്കി ഞാൻ വെറുതെ ആൾക്കാർ മുഖത്ത് നോക്കി ഇങ്ങനെ തീർച്ചിട്ടുണ്ട്. മാനം കെടുത്തി ഗ്രൂപ്പിലൊക്കെ മിന്നാണല്ലോ. ഇന്നോനെ ഞാൻ 12 മിനിറ്റ് മിന്നും. അത് കാണേ പോരെ. ഞാൻ ഡിലീറ്റ് ആക്കിക്കണോ? നിങ്ങൾ ഇന്നെങ്ങനെ ചെയ്തിട്ടത്തെ കാര്യം ആപ്പച്ചിന്റെ ഡിലീറ്റ് ഫോർ മീ. അപ്പൊ എനിക്കറിയോ അത് നല്ല എഡിറ്റ് ആണല്ലോ മിസ്റ്റർ മൂത്താപ്പ. ആ ചോപ്പിട്ടതിന് എത്ര ലൈക്ക് ഇട്ടിക്കണ അറിയോ നിങ്ങൾക്ക്? ലൈക്കിന്റെ പേറ നീ കെടുത്തി തരടാ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അതിലൊക്കെ പിച്ച് വൈറലായിക്കോ. എന്താ മൂത്താപ്പ വന്നു. എത്ര ഞാൻ മാല ഗ്രൂപ്പ് കിടക്കണ്ടേ? അതിനകത്താ എന്റെ കഴിവ് ഞാൻ തെളിയിച്ചു. ഇപ്പച്ചിന്റെ 3 ഫോട്ടോ ഞാൻ വെറൈറ്റി ആയിട്ട് എഡിറ്റ് ചെയ്ത് വിട്ടു. എന്നാ പച്ചിന്റെ കുട്ടിയുടെ കഴിവ് ഞാൻ നോക്കട്ടെ, ഒന്ന് കാണിച്ചെന്നാ. അങ്ങനെ വൈക്ക് വരെ ഇന്നാ ഞാൻ കാട്ടിയല്ലോ. അടച്ച തമ്പുരാനേ, ഇതാണ് മോഡൽ ഇപ്പച്ചപ്പത്തെ. ആരത് ചെയ്ത്? ഞാനെന്നേ. ഇത് മാത്രല്ല ഇനി ഒരു ഫോട്ടോ കൂടി ഉണ്ട്. അതിൽ പച്ചക്ക് തുണി തന്നെയല്ല. എല്ലാം മനുഷ്യനെ മാനം കെടുത്തിക്കേ. നാടായ നാട്ടിൽ മുഴുവൻ മനുഷ്യരെ മാനം കെട്ടിടിക്കേ. എനിക്ക് എഡിറ്റ് നല്ല ഇഷ്ടമാണ്. പച്ച ഞാൻ അത് പഠിച്ചാനാണേ. എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. ആ യൂസ്മിന്റെ ചെറുക്കൻ പഠിച്ചില്ല പെരിന്തൽമണ്ണ ജിടെക് സെന്റർ ഓഫ് എക്സലൻസ്, അതിന് പോയി ചേർന്നാ പോരെ. നീ ആൾക്കാരെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ തുണി കുപ്പായി ഊരിട്ട് നടക്കേണ്ടി വരും. ഡ്രസ് വാങ്ങുക, പെട്ടെന്ന് വാങ്ങുക. എന്നാ ചേർത്തിനെ നിൽക്കുള്ളൂ. ആകെ മാനം പോയല്ലേ പഠിച്ചോനെ. ഇപ്പൊ ഓരോ ഓഫീസ് അവിടെയാണ്, അവിടെ ചെന്ന് ചോദിക്കാം. അത് നടക്കൂല. ഇച്ച് ഇവിടെ പഠിച്ച കുട്ടികളെ കിട്ടണം. ഓരോട് ചോദിച്ചാൽ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവുള്ളൂ. നടക്കണം. ഇടുവാ ഒന്നുകൂടെ വന്നാ ഒരു കാര്യം ചോദിച്ചാലാണ്. ഇജ്ജ് ഇവിടെ തന്നെ പഠിച്ചാൻ വരാൻ കാരണം എന്താ? ഇവിടെ നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറും നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ AI വിത്ത് ഡാറ്റ സയൻസ് ചൂസ് ചെയ്യാനുള്ള കാരണം. ആഹാ, വെറുതെ ലജ്ജക്കൂടെ പഠിച്ചത്. ഓക്കെ, ഒന്നുകൂടെ വന്നാ. ഇവിടുന്ന് പഠിച്ചു കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇൻഡസ്ട്രിയൽ ബേസ്ഡ് സിലബസും ഇന്റർനാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡാറ്റ അനാലിസിസ് എന്ന കോഴ്സ് എടുത്തത്. അതറിയാൻ തന്നെ ഞാൻ വന്നേ. കുൽസു ഇന്റെ ഫോട്ടല്ല, കുഞ്ഞാപ്പ് എഡിറ്റേതാണ്. ഇജ്ജ് ഫോൺ വെച്ചാ ഇവിടെ വന്നിട്ട് എഡിറ്റിംഗ് നേരിട്ട് പഠിയോ? മോശം ഗ്രാഫിക്സ് രംഗത്ത് ഇതിലേറെ നല്ല ഓപ്ഷൻ വേറല്ല. അതുകൊണ്ടല്ലേ ഞാനിവിടെ എത്തിയത്. ആഹാ, അതൊക്കെ അന്വേഷിച്ചാൽ തന്നെ ഞാനിവിടെ എത്തിയേ. അല്ല, ഇവിടെ ഇങ്ങനെ പഠിച്ചുകൊടുന്നൊരു കാര്യമുണ്ടോ? പൈസ വല്ലതും പരി കൊണ്ടുപോകാൻ കിട്ടും? അതിനെന്താ സംശയം? ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞു. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലേസ്മെന്റും ഗ്യാരണ്ടിയാണ്. തന്നെ അത് പറയണ്ടേ. +2 ഡിഗ്രി കഴിഞ്ഞവർ വേഗം തന്നെ വന്നോളൂ പെരിന്തൽമണ്ണ GCയിൽ. ഞങ്ങൾ റെഡിയാണ് നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യാൻ. അടുത്ത ബാച്ച് ജൂലൈ 23-ന്. അപ്പൊ ഞങ്ങൾ നമ്മളെ ജിടെക് സെന്റർ ഓഫ് എക്സലൻസിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ കോഴിക്കോട് റൂട്ടിൽ ബാലഗോപാൽ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത്. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, വിളിച്ചിട്ട് വന്നോളി.